ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ഗാർഡൻ ടൂർ ആണ് കേട്ടോ. കുറേ അധികം നാളുകൾക്ക് ശേഷമാണ് ഇതേപോലൊരു ഗാർഡൻ വീഡിയോ ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗാർഡൻ ടൂർ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് എന്താ പറയുക, കുറച്ച് നാൾ മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മൾ പ്ലാൻ ഹണ്ടിങ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് പ്ലേസസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫ്ലോപ്പായി പോയി, അവിടെയൊന്നും ചെടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷമാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തേക്കാം, പോകുന്നതിന് മുതലാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഗാർഡൻ ടൂർ വീഡിയോ എടുക്കുന്നത്. പണ്ട് ഒരുപാട് ഭംഗിയായിരുന്നു, ഇപ്പോഴും ഭംഗിയാണ്, ഭംഗിയില്ലെന്നല്ല, പക്ഷേ എന്തോ ഒരു മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഒക്കെ വൈൽഡ് വെറൈറ്റീസ് ഓഫ് പല കളക്ഷൻസ് ഓഫ് ചെടികളാണ് കേട്ടോ. കാണാൻ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. ഇത്രയും ചെടികൾ ഇത്ര ഭംഗിക്ക് അറേഞ്ച് ചെയ്യണമെങ്കിലും ഇത്രയും നല്ല രീതിക്ക് നിൽക്കണമെങ്കിലും ഇതിൻ്റെ പിന്നിൽ കുറേയധികം എഫേർട്ട് ഉണ്ട് കേട്ടോ. അത്ര നന്നായിട്ട് ചെടികളെ സ്നേഹിക്കുകയും നോക്കുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഇതുപോലെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിക്കും പ്രോപ്പറായിട്ടും കേടുപാടില്ലാണ്ടും കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്ന ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഫ്ലവർ തന്നെയാണ് ആ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതോടൊപ്പം തന്നെ ആ ഒരു പിങ്ക് കളറും. ഒട്ടേറെ ചെടികൾ പൂത്ത് നിൽക്കുന്ന കാണാം. ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കുറേ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നേരത്തെ അതായത് നമ്മുടെ വെയിലൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ നല്ല ഭംഗിയായിരുന്നു. ബെങ്കോണിയുടെ വൈൽഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും. കുറേ അധികം ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ദാ ഇവിടെ ഒരാൾ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. അതും ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വിഷ്വൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കിഡ്സ് ആണ്, നമ്മുടെ വൈൽഡ് ഓർക്കിഡ്സ് ഒക്കെയാണ് കേട്ടോ. ഫോക്സ് ടെയിൽ ഓർക്കിഡ് എന്നൊക്കെ പറയും. ഇതുപോലത്തെ ഓർക്കിഡ്സ് ധാരാളം ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് കണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾ പറിക്കാറുമുണ്ട്, വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഹാങ്ങിങ് പ്ലാന്റ്സ് മാത്രമല്ല, പല വെറൈറ്റീസ് ഓഫ് അഗ്ലോണിമയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോസൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നേരം, അതായത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് പഴയ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതായത് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ കുറേയധികം പ്ലാൻ ഹണ്ടിങ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പ്ലാന്റ് സെൽ ചെയ്യുന്ന ചെറിയൊരു ബിസിനസ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് എറൗണ്ട് ഒരു 8,000 രൂപയൊക്കെ നല്ല രീതിക്ക് ഞങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ബെങ്കോണിയൊക്കെ ആയിരുന്നു ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കന്ന് ബെങ്കോണിയുടെ പ്രൈസും ഡീറ്റെയിലൊന്നും അറിയില്ല. ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഒരു അഫോർഡബിൾ പ്രൈസിൽ അങ്ങോട്ട് ഇടും. അത്യാവശ്യം ഞങ്ങൾക്ക് തമിഴ്നാട് അല്ലെങ്കിൽ ബാംഗ്ലൂർ എല്ലായിടത്തുനിന്നും കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ആ ടൈമിൽ തന്നെ ജോലിയൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ പുറത്തേക്കൊക്കെ പോയപ്പം അങ്ങനെ ആ ഒരു ഇത് നിർത്തിപ്പോയി. കഥ പറഞ്ഞു വന്നപ്പം നമ്മുടെ വിഷ്വലുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന പോലെ തോന്നി. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് വരാം. ഈ കാണുന്നത് മുളകാണ് കേട്ടോ. മുളകൊക്കെ നല്ല പഴുത്തിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ എന്താ രസമല്ലേ. ഇവിടെ മുളക് മാത്രമല്ല, കുറച്ചധികം പച്ചക്കറി കൃഷികൾ കൂടെ ഉണ്ട്. വഴുതനങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റംബൂട്ടാനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ മുളകിൻ്റെ ഭംഗി കണ്ടപ്പോൾ കുറച്ചധികം നേരം മുളകിൻ്റെ വീഡിയോസ് ഞാനിങ്ങനെ ഫോക്കസ് ചെയ്തെടുത്തു. ഈ മുളക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഈ പച്ചമുളക് പഴുത്തിട്ടിങ്ങനെ നിൽക്കുന്നതെന്നുള്ള വിവരമൊന്നും നമുക്ക് അന്നില്ലല്ലോ. ഈ മുളക് പ്രത്യേക തരം കാറ്റഗറി ഇതേപോലെ ഇങ്ങനെ ഉണ്ടായി നിൽക്കും എന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വഴുതനങ്ങയാണ്. വഴുതനങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വളവും അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ സ്പേസ് ഇല്ലെങ്കിലും ടെറസിലാണെങ്കിലും നമുക്ക് ഗ്രോ ബാഗൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിങ്ങനെ വിചാരിക്കും, പക്ഷേ ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്താൽ എനിക്ക് പ്രോപ്പറായിട്ട് ചിലപ്പം നോക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് റംബൂട്ടാൻ വിശേഷത്തിലേക്ക് പോകാം. ഇപ്പോൾ എവിടെ നോക്കിയാലും റംബൂട്ടാനാണല്ലോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, എന്ത് രസമല്ലേ. റംബൂട്ടാൻ്റെ വിശേഷം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീണ്ടും പൂന്തോട്ടത്തിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ കാണുമ്പം എങ്ങനെ വീഡിയോ പിടിക്കാതിരിക്കുമല്ലേ. ഈ അഗ്ലോണിമയും അതോടൊപ്പം തന്നെ നമ്മുടെ അലമണ്ട എന്ന് പറയുന്നത് കോളാമ്പിപ്പൂവിൻ്റെ ഒരു നെയിമാണ് കേട്ടോ. അതായത് സയൻറ്റിഫിക് നെയിമാണോ അതോ നോർമൽ നെയിമാണോ എന്ന് എനിക്കിപ്പോൾ ഓർക്കുന്നില്ല. ഞാൻ പ്ലാന്റ് സെല്ലിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേയധികം
പ്ലാൻ ഹണ്ടിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സിൻ്റെ നെയിമൊക്കെ അറിയാം. ഇപ്പോൾ അതൊക്കെ വിട്ടുപോയി. എങ്ങനെയുണ്ട് ഇതൊക്കെ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എടുത്തിട്ടില്ല, ഒരുപാട് ലോങ് ആക്കിയിട്ട് നിങ്ങൾ വെറുതെ ചടപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.